Over to Prakash. Prakash, എന്തൊക്കെയാ പറയണ്ടേ നമ്മളെ ആദ്യമായിട്ട് തന്നെ വളരെ ഹാപ്പി ടു സീ യു ഓൾ അഗെയിൻ. ലാസ്റ്റ് ഇയർ വി മേറ്റ് സംബഡി ഈസ് മിസ്സിംഗ് ബട്ട് വി ഹാവ് അഷ്റഫ് ന്യൂ അഗെയിൻ. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം. അഷ്റഫിന് ഒരുപാട് 40 വർഷത്തിന് ശേഷം കാണുന്നു. എന്നാലും വലിയ മാറ്റമൊന്നുമില്ല. ഗ്രാൻഡ് ഫാദർ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആയ നല്ല ആ മുഖവും എല്ലാം ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ ലുക്ക് സ്റ്റിൽ യങ്. എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി അഷ്റഫിന് പിന്നെ എല്ലാം വളരെ സന്തോഷം. എല്ലാവരുമായിട്ട് ഒന്നിച്ചിരിക്കാൻ പറ്റിയത്, ഷെയർ ചെയ്യാൻ പറ്റിയതിലും എല്ലാവരും പഠിക്കുന്ന സമയത്തിലെ കഥകൾ പറഞ്ഞു, ഓരോരുത്തരുടെ ലൈഫ് പറഞ്ഞു. ഞാനും അതുപോലെ തന്നെ ഇവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. മിക്കവാറും ഞങ്ങൾ ബോംബെയിലുണ്ടായിരുന്നു 4 വർഷം. അതിൽ 2 വർഷം ബാബ അറ്റോമിക്കിലുണ്ടായിരുന്നു. അവിടെ നിന്ന് വിട്ട് പിന്നെ പുറത്തേക്ക് പോയി. സൗദിയിലായിരുന്നു. 10-25 വർഷം സൗദിയിൽ വന്നു. അവിടെ നിന്ന് 60 വയസ്സായപ്പോൾ അവിടെ നിന്ന് പിരിച്ചു വിട്ടു. അവിടെ നിന്ന് അവർ ടെർമിനേഷൻ ലെറ്റർ തന്നു. പിന്നെ ഇങ്ങോട്ട് നാട്ടിൽ വന്ന് ഇപ്പം നാട്ടിൽ സെറ്റിൽഡാണ്. ഇപ്പം 6 വർഷം 7 വർഷമായി ഇപ്പം നാട്ടിലുണ്ട്. പിന്നെ ഞാനും ശശി രാജീവായിട്ട് ചെറിയൊരു വർക്ക്ഷോപ്സ്, ചെറിയൊരു മെയിൻ്റെനൻസ് വെറുതെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. അതിലിടയ്ക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ട് പിന്നെ ഞാനിപ്പോൾ 1 വർഷമായിട്ട് ഏതാണ്ട് വീട്ടിൽ തന്നെയാണെന്ന് പറയാം. എവിടെയും പോകുന്നൊന്നുമില്ല. ജസ്റ്റ് നടക്കാൻ ചെറിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് എന്നാലും ബാക്കിയുള്ള എവരിത്തിങ് ഓക്കെ. എല്ലാവരും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ശശി വരുമ്പോഴാണ് നമ്മള് എന്താ പറയുക, എനർജി, എല്ലാവരും ഊർജം കിട്ടുന്നത്, നമുക്ക് ഒന്നിച്ചാവാനുള്ളത്. ശശി പോയി കഴിയുമ്പോൾ വീണ്ടും തണുക്കും. ഏതായാലും പിന്നെ ബാബു നല്ലൊരു എഴുത്തുകാരനാണ്, ബ്ലോഗറാന്നുള്ള ചോദ്യം. എനിക്ക് ഈ ബാബു ഈ പഠിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ടാലന്റ് ഞാൻ കണ്ടിട്ടില്ല, അഥവാ നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. ബാബു പിന്നീടാണ് ഞാൻ മനസ്സിലാവുന്നത്, ബാബു ഇത് ഒരുപാട് എഴുതുന്നു, ഒരുപാട് ഇതൊക്കെ. മയ്യഴിയുടെ ചരിത്രം തന്നെ എനിക്കൊന്ന് വേറെ ഒരു എമ്മ ഞാനത് വായിക്കാറുണ്ട്. കടുക്കൻ മയ്യഴിയുടെ അപ്പൊ അത്രയും. അപ്പൊ ഞാൻ ആദ്യം ഇത് നമ്മളെ ബാബു തന്നെയാണോ എന്ന് പിന്നെ എനിക്ക് ബാബു എനിക്ക് ലിങ്കൊക്കെ അയച്ചു തരാൻ തുടങ്ങിയത് ഞാനത് വായിച്ചു. അപ്പൊ നമ്മളിൽ ഇങ്ങനെ ഒരു കലാകാരൻ അല്ല, ഒരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നെന്ന് പോയി പിന്നെ ലേറ്റ് ആയിട്ടാണ് മനസ്സിലായത്. നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ അത് അറിഞ്ഞിരുന്നില്ല ശരിക്കും. അന്ന് KSUമായിട്ട് കൊടുക്കുന്ന നടന്നു. പിന്നെ അടക്ക ന്യൂ ജോളി വൈൻസിൽ പോകാറുണ്ടായിരുന്നു. അതും എനിവേ ആ ഒരു നല്ല കാലം എന്നും ഓർക്കുന്നു. അപ്പോ നല്ല കുറെ ഓർമ്മകളുമായിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് കാണാം. I will hand over mic to Shashi. ഓക്കെ. അടുത്ത് ഞാൻ തന്നെ. ഓക്കെ, ഞാൻ നമ്മളെ ബാച്ച്മേറ്റ്സിന്റെ കൂടെ ഇതിനു മുമ്പിലും മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേമാതിരി ഒരു റെക്കോർഡിംഗ് വെർഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ കുറെ കാലങ്ങളിൽ നമ്മൾ ഇതേമാതിരി കണ്ടുമുട്ടും പോവും. പക്ഷെ ഇന്ന് ഫസ്റ്റ് ടൈം റെക്കോർഡ് ചെയ്ത് ഒരു വ്ളോഗാക്കാവുന്ന ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ ആക്ച്വലി ഞാൻ ITI നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിച്ചെങ്കിലും എനിക്കത് ഒരു ലൈഫിൽ എവിടെയും യൂസ് ചെയ്യാൻ പറ്റിയില്ല. പഠിച്ച ട്രേഡ് ഇങ്ങനെ ബുക്ക് മടക്കി വെച്ച പോലെ വെച്ചു. പക്ഷെ ഞാൻ വേറെ ഫീൽഡിലോട്ടൊക്കെയാണ് പോയത്. പക്ഷെ ആ കിട്ടിയ നോളജ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ബേസിക്കലി ഞാൻ ശരിക്കും മലയാളം പറഞ്ഞു തുടങ്ങിയത് തന്നെ എൻ്റെ ഈ ഫ്രണ്ട്സിനെ കണ്ടപ്പോഴാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പഠിച്ച എനിക്ക് മലയാളം അത്ര വലിയൊരു പിടിയുണ്ടായില്ല. എല്ലാ സംഗതികളും പഠിപ്പിച്ചതും മിങ്കിൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതൊക്കെ എൻ്റെ ഈ കൂട്ടുകാരാണ്. ഞങ്ങളുടെ കൂട്ടുകാരിൽ ഒരു 3 പേര് ഓൾറെഡി ഈ ദുനിയാന്ന് പോയി. ബാക്കിയുള്ളവർ ഇവിടെ ഉണ്ട്. ഇന്ന് 2 പേർക്ക് വരാൻ പറ്റിയില്ല. സത്യന് വരാൻ പറ്റിയില്ല, വിജയന് വരാൻ പറ്റിയില്ല. പിന്നെ വേറെ ഇന്ന് പ്രോമിസ് ആയിട്ട് വരാൻ പറ്റാത്ത 2 പേരല്ലാണ്ട് പ്രദീപ് എന്ത് പറ്റി? പ്രദീപ് വന്നില്ല. പ്രദീപിന് സുഖമില്ല.
മോഹൻ പിന്നെ മോഹൻ വരാൻ പറ്റിയില്ല. സത്യന് എന്തോ ടൂറിലാണ്. അപ്പൊ ഇവരൊക്കെ അടുത്ത മീറ്റിംഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ആശയമുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ ഞാൻ വിത്ത് ഫാമിലി സിഡ്നിയിൽ താമസിക്കുന്നു. പിന്നെ ഭാര്യ ടീച്ചറാണ്, ഇപ്പൊ റിട്ടയറായി. ഞാനും റിട്ടയറായി. ഒരു മോള് ഒരു മോന്. മോന് 3 കുട്ടികൾ, മകൾക്ക് 1 കുട്ടി. അങ്ങനെ ഞങ്ങൾക്ക് 4 ഗ്രാൻഡ് ചിൽഡ്രൻ ആണ് ഇപ്പോഴുള്ളത്. റിട്ടയർഡ് ലൈഫിൽ അവരെ എന്റർടൈൻ ചെയ്യുക, അവരെ ഡ്രോപ്പിംഗ് പിക്കിംഗ് ഇതൊക്കെയാണ് പ്ലാന്. പിന്നെ ഇപ്പൊ ലീവിൽ വന്നത് ഒരു ഡീടോക്സിങ് ചികിത്സക്ക് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞു. നാളെ മറ്റന്നാൾ തിരിച്ചു പോകും. പിന്നെ വേറെ ബാക്കി ഫ്രണ്ട്സിനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കട്ടിംഗ് ഷോർട്ട്. താങ്ക് യു. ബൈ എവറി വൺ. ഞാൻ മൈക്ക് കൃഷ്ണാട്ടിന് കൊടുക്കുന്നു. കൃഷ്ണാട്ടൻ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വളരെ സീനിയർ പ്രൊഫസർ കൃഷ്ണൻ. പറയൂ. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ എല്ലാവരും കേട്ടുകൊണ്ടിരുന്നതാണ് സംഭവം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് നമ്മൾ സീരീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് പക്ഷെ അതിന് മുമ്പ് പറഞ്ഞ കാര്യം റെക്കോർഡ് ശരിയാണ്. അത് റെക്കോർഡ് അല്ലേ? അതോ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ അത്രപാട് ഒരു സ്ട്രേഞ്ചർ കുറച്ചുകൂടി പറയേണ്ടതാണ് കാര്യങ്ങൾ പറയുന്നത്. ആദ്യമായിട്ട് വന്നതാണ്. അപ്പോൾ അസ്കറ്റിന് എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ് കാര്യങ്ങൾ. അസ്കറ്റിന് വേണ്ടിയിട്ടായിട്ട് പറയുന്നത് ഞാൻ IT വിട്ടതിന് ശേഷം പല ഫീൽഡിലും ഇങ്ങനെ കയറി ഇറങ്ങി അവസാന ഘട്ടത്തിൽ റെഫ്രിജറേഷൻ കണ്ടീഷനിങ്ങിൻ്റെ ടീച്ചറായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ. അതാണ് എൻ്റെ അവസാനത്തെ എനിക്ക് ഫാമിലി കാര്യം പറയാൻ 3 കുട്ടികൾ. ഒരു മൂത്തൊരു പെൺകുട്ടി, അവിടെ ഇലക്ട്രോണിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിപ്പുറം. അപ്പോൾ അവർക്കൊരു കുട്ടി 6ാം ക്ലാസ്. 2 ആൺകുട്ടികളാണ്. അത് കുറച്ചുകാലം ഗൾഫിലായിരുന്നു. ഇപ്പോൾ KSC വീട് വർക്ക് ചെയ്യുന്നു. ഇളയവൻ ഗ്രാമീൺ ബാങ്കിൽ. ഇതൊക്കെയാണ് ഫാമിലി കാര്യങ്ങൾ പറയുന്നത്. MRIC നമ്മൾ പഠിക്കുമ്പോൾ ആ ചെറുപ്പത്തിലുള്ള ആ ചെറുപ്പത്തിൽ കളിച്ചു കൂട്ടിയ കളികളാണ് പറയുന്നത്. ഒരു രാജൻ മാഷ് നമ്മളടുത്ത് ഒരു ഗ്രൂപ്പ് ഇൻസ്പെക്ടർ രാജൻ മാഷ് ഓർമ്മയില്ല. പിന്നെ നമ്മുടെ MRSന്റെ തൊട്ടടുത്ത റൂമിലാണ്. അപ്പൊ അയാളെ അവിടുന്ന് ഓടിക്കാൻ വേണ്ടി വെള്ളം കയറ്റിയതല്ലോ. അപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും നമ്മുടെ ഇവിടെ ഉണ്ടാവും. എല്ലാവരും ഈ കാണുന്നവർ ഇഷ്ടപ്പെടാത്തവരെല്ലാവരും ഉണ്ടാവും. പക്ഷെ ഞാനതിൻ്റെ മുൻപന്തിയിൽ നിൽക്കാറില്ല. കാരണം വെച്ചാൽ ആളുടെ ഏട്ടൻ എൻ്റെ അവിടുത്തെ ഒരു ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ ഏട്ടനെ ഭയന്നിട്ട് ഞാനതിൻ്റെ പുറകിലെ മാത്രം കൂടും. ഇവരെല്ലാ ആക്ടിവിറ്റീസ് ഇവരെല്ലാം ചെയ്യുന്ന ഇവരാണ്. അവിടെ GIനെ അവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ GI ഉള്ളത് കൊണ്ട് നമുക്കെന്തോ പ്രശ്നമുണ്ട് അല്ലേ? അടുത്തന്നെ നമ്മൾ GI ഉള്ളത് കൊണ്ട് ആ ക്യാബിന് അതെ ഒന്നും അത് പറ്റുന്നില്ല അല്ലേ? സംസാരിക്കണം. അതുകൊണ്ട് അയാളാണ് അകറ്റാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ കുറെ വെള്ളം കയറ്റി. ഇത് ഓർമ്മിട്ട് അത് ക്യാബിനിലേക്ക് വെള്ളം കയറ്റി. നമ്മളെ അവിടെ തൊട്ട് നമുക്കൊരു നമുക്ക് നല്ലൊരു ഇതിൽ കിട്ടിയല്ലോ. അതാണ് റോയൽ MRIC ആയിട്ട് മാറിയത്. അതിന്റെ മുമ്പിൽ നമ്മൾ പിന്നെ എയർ ഇന്ത്യയുടെ ഒരു എംബ്ലം, അതിന്റെ മുമ്പിൽ ഒരു ഫൗണ്ടൈനൊക്കെ ഫിറ്റ് ചെയ്തു. ഫൗണ്ടൈൻ ഫിറ്റ് ചെയ്തു. ഇതൊക്കെ മറ്റുള്ള സ്റ്റുഡൻസ് ഒന്നും ചെയ്യാത്തതാണ്. ട്രേഡുകളിൽ ചെയ്യാത്തത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് നമ്മളെ റോയലായിട്ട് മാറി. അങ്ങനെ അതേ കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവരും നമ്മളെ ഒരു പ്രത്യേക കാഴ്ചപ്പാടിലൂടെ നമ്മളെ MRSനെ കണ്ടത്. MRS എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഡിഗ്നിറ്റിയാണ്. കാക്കി ആ സോപ്പിന് വേണ്ടിയിട്ട് സോപ്പും പഠിക്കുമ്പോ വേറൊരു രസകരമായ സംഭവം ഉണ്ടായിരുന്നു. ഈ കാക്കി തന്നിട്ട് യൂണിഫോം തന്നിട്ട് ഇല്ലാണ്ട് വന്നിട്ട് ശ്രീനിവാസ മാഷ് ചോദിക്കും, അപ്പം എന്തിനാണ് കാക്കി തന്നത്? നമുക്ക് അത് വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മളെ ഡ്രസ്സ് അഴുക്കാവാതിരിക്കാനാണ്.
കാരണം അവിടുത്തെ യൂണിഫോം നമ്മൾ ആരും വർക്ക്ഷോപ്പ് കാര്യമില്ല. കാര്യത്തിൽ തന്നെ വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് ജോബൊന്നും, ഓയിൽ വരുന്ന ജോബൊന്നും എല്ലാവരും ചെയ്യില്ല. ഞാനൊന്നും ചെയ്യലേ ഇല്ല. പഠിച്ച് മനസ്സിലാക്കി വെക്കും. അത് ചെയ്യുന്ന ആള് ഭാസ്കരനാ കാര്യമായിട്ട് ചെയ്യാം. ഭാസ്കരൻ അങ്ങനെ കുറച്ച് ആൾക്കാർ, മോഹനെ അങ്ങനെ കുറച്ച് ആൾക്കാർ ചെയ്യും. അവസാനം ശ്രീനിവാസ മാഷ് നമ്മൾ നിങ്ങൾ ഇത്രയും കാലം ചെയ്തിട്ട് പരീക്ഷക്ക് ഏതെങ്കിലും കോംപ്ലിക്കേറ്റഡ് സംഗതി വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും, എല്ലാം ചെയ്ത് പഠിക്കുന്ന പരീക്ഷയെ അടുപ്പിച്ചിട്ട് ഒരു 8 സിലിണ്ടർ ആയിട്ട് വലിയൊരു കംപ്രസർ വന്നു. അത് അത് ആ ആ അതല്ലല്ല, അത് അന്നെന്താ സംഭവിച്ചെന്ന് കഴിഞ്ഞാല് ഇത് ഞാനത് തൊട്ടിട്ടില്ല. പക്ഷെ എനിക്ക് വന്ന ഒരു ഓപ്പൺ ടൈപ്പ് കംപ്രസറാണ്. ആൽഫബറ്റ് പ്രകാരം ഒരാൾ ഇതാണ്, ഒരാൾ അസംബ്ലി ചെയ്യുക, ഒരാൾ ഡിസ്മാൻഡിൽ എങ്ങനെയാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ തീരെ തൊടാത്ത ഒരാളാണ് സിദ്ധാർത്ഥ മരിച്ചു. സിദ്ധാർത്ഥനല്ല, സുധാകരൻ. സുധാകരന് ഇത് വന്ന് അസംബ്ലി ചെയ്യാനാ. അവസാനം ആരോ അഴിച്ചിട്ട് സുധാകരൻ അസംബ്ലിങ്ങാ വന്നത്. അവസാനം ഇതെല്ലാം കഴിഞ്ഞ് മാഷ് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, നാളെ വന്നിട്ട് സ്റ്റോക്കെല്ലാം എടുക്കണം, എല്ലാ സാധനവും കറക്റ്റായിട്ട് ഒപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എനിക്കും തലവേദന നിങ്ങൾക്കും ഒരു ബാഡ് റിമാർക്സ് ആയിരിക്കും, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വരണം പറഞ്ഞു. അങ്ങനെ ആളുകൾ എല്ലാവരും വന്ന് ഓർമ്മയിട്ടേക്കത് വന്ന് നോക്കുന്ന സമയത്ത് നമ്മളെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി. അപ്പോൾ RECന്ന് പബ്ലിക് എക്സാമിനേഷൻ കറണ്ട് പോയിട്ട് ഇവൻ അസംബ്ലി ചെയ്തിട്ട് ചെയ്യണ്ടല്ലേ. അപ്പൊ ഇവൻ ഇത് എന്തെന്നാ ഇടണ്ടെന്ന് എങ്ങനെ ഉണ്ടെന്ന് അറിയേയില്ല. മാഷ് പോയിട്ട് പെട്ട് തന്നെ മാഷ് ഇയാളെയും കൂട്ടിയിട്ട് സിഗരറ്റ് വലിക്കാൻ ക്യാബിനിലേക്ക് പോയപ്പോ ഇവൻ പോയിട്ട് ഒന്നും അറിയില്ല. പിന്നെ അയാൾ വരുമ്പോഴേക്കെല്ലാം പറഞ്ഞ് അസംബ്ലി ചെയ്ത് സാറിന്. അപ്പൊ ഇത് ചെക്ക് ചെയ്തൊക്കെ കറണ്ട് വേണം, അന്ന് കറണ്ട് ഇല്ല. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞ അയാളും പോയി. പിറ്റേന്ന് ശ്രീനിവാസൻ മാഷ് ഇവനത് അന്നൊന്നും പറഞ്ഞിട്ടില്ല. പിറ്റേന്ന് ശ്രീനിവാസൻ മാഷ് പറഞ്ഞ് എല്ലാവരും വന്നിട്ട് സ്റ്റോക്കെല്ലാം എടുക്കാൻ സാധനം പാർട്സ് എല്ലാം റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞു. ഇവൻ രാവിലെ വന്ന് നോക്കിയിട്ടാണ് തൊട്ട് ബാക്കിൽ തവര ഉള്ള കാടാ. ആ കാടിന് കാണാൻ ഒരു ചാക്കും കെട്ടിട്ട്. അപ്പൊ ഇവൻ ഈ അഴിച്ചു വെച്ച സാധനം മുഴുവൻ ചാക്കിൽ ഇട്ടിട്ട് തവര അല്ലേ. അപ്പൊ അത് 4 ക്യാപ്പും മൂടിയിട്ടു. പാർട്സ് എല്ലാം ചാക്കിലാക്കിയിട്ട് ബാക്കിലാണ്. ഇയാൾക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റൂല. ആ ഒരു സംഭവം മനസ്സിലാക്കി. ഫ്രീ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങി വരുമ്പോ വേറൊരു രസകരമായ സംഭവമുണ്ട്. ബാബുരാജിനെ നമ്മൾ വിളിക്കുന്നത് ബാബുമോഹനാണ്. ചെറുതായതുകൊണ്ട് അന്ന് ബാബുമോഹന്റെ അച്ഛനൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ചുറ്റും പയറും ലാസും എല്ലാം കഴിക്കും. അപ്പോൾ പല ആളും പല നമ്മുടെ സുഹൃത്തുക്കളിൽ ഇവരെ കളിയാക്കാറുണ്ട്. ഇത് ക്യാപിറ്ററി ട്യൂബിലേക്ക് അട്ടുകൊണ്ടു പുറ്റുണ്ടാക്കാൻ ട്യൂബിൽ പുറ്റുണ്ടാക്കാൻ അങ്ങനെയൊക്കെ സംഭവങ്ങള് ആ കാലഘട്ടത്തിൽ ഞാനും അല്ലല്ല, നീ നിന്റെ ഒരു ഫ്രണ്ട് ചെയ്ത് മിലിറ്ററിക്കാരെ കൊണ്ടുത്തന്നു, നീ നമുക്ക് കൊടുത്തു. ഞാനും സുധാകരനും വേറെ അടിച്ചു. വെച്ചിട്ട് എനക്ക് വമ്പ കിക്കായി. ഞാൻ ഭാസ്കരൊക്കെ റൂം എടുത്ത് കഴിഞ്ഞ് കിടന്നു. സുധാകരനും വേറെ ആളും ക്ലാസ് പോയി. പക്ഷേ ശ്രീനിവാസൻ രാജീവ് എടുത്ത് വെച്ചു. രാജീവ് ഔട്ടായിട്ട് കിടക്കാന്ന് പറഞ്ഞു. 11 മണി വരെ എണീറ്റില്ലെങ്കിൽ ഒരു മരുന്നുണ്ട്, കുമ്പളങ്ങന്റെ നീരെടുത്തിട്ട് കുടിപ്പിക്കണം. എന്നാ ശരി, അപ്പോഴേക്കും എഴുന്നേറ്റ് ഭാഗ്യം തന്നിട്ട് ഏറ്റവും ഹുമാന്റെ അടുത്ത്. നമ്മളെ ആ ബാച്ച് എന്ന് പറഞ്ഞാല് എല്ലാ കുരുത്തക്കേടിനും എല്ലാത്തിനും എല്ലാം ഒറ്റ ഒരു ഘട്ടമാണ് ഒന്നര. അങ്ങനെ വന്നപ്പോൾ പ്രിൻസിപ്പൾ ഒരു പ്രാവശ്യം പറഞ്ഞു, ഈ MRSC കുട്ടികൾക്കാണ് തീരെ അച്ചടക്കം ഇല്ലാത്തത്. അപ്പൊ അവരച്ചടക്കം വരില്ല. പിറ്റേന്ന് മുതൽ നമ്മൾ ഏറ്റവും അച്ചടക്കമുള്ള കുട്ടികളായി. അവിടെ ക്ലാസ് കഴിഞ്ഞാൽ ലൈനായിട്ടേ നമ്മൾ ചായ കുടിക്കാൻ പോകും. ആ ഗേറ്റ് കടന്നു പോകും, എല്ലാവരും ലൈനായിട്ട് ചായ കുടിക്കും. തിരിച്ചു വരുമ്പോ എല്ലാവരും ഗേറ്റിൽ അവിടെ വന്ന് ലൈനായിട്ട് അകത്തേക്ക്. 2 ദിവസം കഴിയുമ്പോ പ്രിൻസിപ്പൾക്ക് വിഷമായി. ഇതൊരു വല്ലാത്തൊരു അച്ചടക്കാന്ന്. ഈ അച്ചടക്കം കൊണ്ട് ഒരു വീണ്ടും ബുദ്ധിമുട്ടാണ് നമുക്ക്. എന്തിനാ കഴിയില്ലേ മറ്റേ കസ്റ്റാർഡിനെ കൊണ്ട്. നമ്മളെ സത്യന്റെ ആള്. സത്യന്റെ ഇടക്ക് ഒരു മൗന ജാഥ എന്ന് പറഞ്ഞു
മൗനജാതാന്നും പറഞ്ഞ് മിണ്ടാണ്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് വരും. ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ ഒരു വീട്ടിൽ പാത്രം വാങ്ങിക്കാൻ പോകും. അത് എല്ലാവർക്കും ഒന്നും എല്ലാവരും എല്ലാ വീട്ടിലും പാത്രം വാങ്ങിക്കാൻ. പക്ഷെ എനിക്കെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അധികം അവിടെ പോയി പാത്രം വാങ്ങി കൊണ്ടുവരുന്നത്. ശ്രീനിവാസ മാഷ് എനിക്ക് തന്ന ഒരു സ്പെഷ്യൽ Now mic is over to Baburaj. ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ ബാബുരാജ്. എങ്ങനെ MRICയിൽ എത്തിച്ചേർന്നത് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. ആക്ച്വലി ഞാൻ അവിടെ ITIയിൽ എനിക്ക് ട്രേഡ് കിട്ടിയത് സർവേയർ ആയിരുന്നു. ഒരു ദിവസം ഏതോ ഒരു ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരോ വന്ന് പറഞ്ഞ് MRICയിൽ കുറച്ച് വേക്കൻസി ഉണ്ട്. ഞാൻ കൈ വന്നിച്ച് പോയി. വീട്ടിലെത്തിയിട്ട് അച്ഛനെന്ന് കുറേ ചീത്ത കിട്ടി. ഇന്നോട് ആരാ മാറാൻ പറഞ്ഞ് അങ്ങനെ മാറി. 2 വർഷം MRIC കഴിഞ്ഞു. MRIC കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല. എനിക്ക് അച്ഛനെ ഞാൻ പറഞ്ഞു എനിക്ക് കോളേജിൽ പോകണം, SM കോളേജിൽ പോകണം. SM കോളേജ് ആ ലൈഫെല്ലാം കണ്ടിട്ട് ഭയങ്കര അട്രാക്റ്റ് ആയിപ്പോയി. കോളേജ് ലൈഫ് വേണം. അച്ഛൻ സമ്മതിക്കുന്നേ ഇല്ല. അച്ഛൻ പറഞ്ഞു അങ്ങനെ പഠിക്കണ്ടിരിക്കുന്നത് നീ പോളി ചേർന്നു എന്ന് പറഞ്ഞു. എന്തോ എഴുതി കൊടുത്ത് പോളിയിൽ. അപ്പൊ എൻ്റെ അനിയനും ഒരുമിച്ച് പോളി കൊടുക്കുന്നുണ്ട്. ഓന് കൊടുത്തത് ഇലക്ട്രിക്കലാണ്. അപ്പോൾ ഞാൻ ഇലക്ട്രിക്കൽ കൊടുത്ത് നമ്മൾ രണ്ടും ഒരേ ക്ലാസ്സിലായി പോയില്ലേ. അതുകൊണ്ട് ഞാൻ സിവിൽ കൊടുത്തു. അങ്ങനെ എനിക്ക് സിവിൽ കിട്ടി. അങ്ങനെ 3 വർഷം സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ജോലി കിട്ടി. ജോലി കിട്ടാൻ കാരണം എൻ്റെ കണ്ണൂരിൽ തന്നെ ഒരു സുഹൃത്തല്ല, ഒരു നാട്ടുകാരനുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ജനറൽ റിസർവ് എഞ്ചിനീയർ ഫോഴ്സ് ആണ്. അത് മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന്റെ കീഴിലുള്ളതാണ്. നമ്മുടെ പണി ബോർഡർസിൽ റോഡ്, ബ്രിഡ്ജസ്, ടണല്. നമ്മുടെ മെയിൻ പർപ്പസ് ആർമിക്ക് ബോർഡറിൽ പോകാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉണ്ടാക്കലാണ്. അതിലൊരു ഓഫീസർ കണ്ണൂരുണ്ടായിരുന്നു. അയാൾ ഒരു ദിവസം ഒരു എംപ്ലോയ്മെന്റ് ന്യൂസിൽ ഒരു അപ്ലിക്കേഷൻ കൊടുത്തു. ഡിപ്ലോമ പാസ്സായവർ വന്നോളൂ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പൂനെക്ക്. നമ്മൾ വന്നു. അയാൾ പറഞ്ഞ് വന്നു, അടുത്ത ദിവസം വന്നെന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ 2 ഡ്രസ്സ് ഒരു സഞ്ചിയിലാണ്, എന്തൊരു പ്ലാസ്റ്റിക്കിന്റെ കവറിലിട്ടിട്ട് പോയി. പൂനെയിലാണ് നമ്മുടെ സെന്റർ ഉണ്ടായിരുന്നത്. എന്നിട്ട് അവിടെ പോയ ഉടനെ നമ്മുടെ റിക്രൂട്ടായി. പിന്നെ വീട്ടിൽ തിരിച്ചു വരാൻ പറ്റിയില്ല. എനിക്ക് എവിടെ പറഞ്ഞു വെച്ചാൽ ഞാൻ തന്നെ മിസോറാമിലാണ് പറഞ്ഞു വെച്ചാൽ. എനിക്കൊരു ഭാഷ അറിയില്ല, ഒരു അണ്ടം മുണ്ടം ഇംഗ്ലീഷും ഹിന്ദി എന്ന് പറഞ്ഞാൽ അറിയയില്ല. എങ്ങനെയല്ലോ പേടിച്ചിട്ട് ഞാൻ അവിടെ എത്തിച്ചേർന്നു മിസോറാമിൽ. പിന്നെ അങ്ങനെ സംഭവബഹുലമായ 38 വർഷം അതിൽ സർവേ ചെയ്തു. ഇന്ത്യയുടെ എല്ലാ അതിർത്തിയും കണ്ടു. 1-2 ഫോറിൻ കൺട്രിയിലും പോയി. എന്നുവെച്ചാൽ അതിർത്തി ഒന്ന് ഭൂട്ടാൻ, മ്യാൻമാറിലൊക്കെ സർവീസ് ചെയ്തു. ഇത് 2021 റിട്ടയറായി. കയറുമ്പം ജൂനിയർ എഞ്ചിനീയറായി കയറി. റിട്ടയർ ആകുമ്പം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിട്ടയറായി. ഇപ്പം ഞാൻ താമസിക്കുന്നത് ചൊവ്വയിലാണ്. ഭാര്യ എൻ്റെ പ്ലോട്ട് കിട്ടിയിരുന്നു, അവിടെ വീടെടുത്തിട്ട് താമസിക്കുമെന്ന്. ഒറ്റ മകളേ ഉള്ളൂ. അവള് കണ്ടന്റ് റൈറ്റിംഗാണ് ചെയ്യുന്നത്. ഇപ്പം മാംഗ്ലൂരായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് കളിക്കുമെന്ന്. കല്യാണപ്രായമൊക്കെ ഓവറായി. പക്ഷെ ഇതുവരെ കല്യാണം കഴിക്കാൻ ഒരു പോസിറ്റീവായി തന്നിട്ടില്ല. പ്രതീക്ഷിക്കുന്നവർ എപ്പോഴെങ്കിലും അവള് ഓക്കെ പറയുന്നു. അതേ ഉള്ളൂ. 30. ആദ്യം ഞാൻ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റിന് വന്നത് ഞാൻ ട്രൗസർ എടുത്തിട്ടാണ് വന്നത്. പിന്നെ അടുത്ത ദിവസം ഞാൻ എങ്ങനെ വരും? അപ്പൊ നമ്മുടെ ഷോപ്പിൽ അച്ഛൻ്റെ അനിയനുണ്ട്. അച്ഛൻ്റെ അനിയന്റെ മുണ്ട് ഞാൻ മടക്കിയിട്ടാണ് കൊടുത്തത്. കുറച്ച് മടക്കിയിട്ട് എനിക്ക് ശരിക്കും കൊടുത്ത നിലത്തൂട്ടെ വില്ല. അത് മടക്കി കൊടുത്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് 2ാമത്തെ ദിവസം ഞാൻ വന്നത്. എല്ലാ പ്രായത്തിന്റെ കൂട്ടത്തിലും ആകൃതിയിലെല്ലാം വളരെ ചെറിയ കുട്ടിയായിരുന്നല്ലോ. പക്ഷെ ITI ലൈഫ് എനിക്ക് നല്ലൊരു ആത്മവിശ്വാസം തന്നു. അവിടെ 2 വർഷം ഞാൻ പഠിച്ചിട്ട് പുറത്തിറങ്ങുമ്പോഴേക്ക് ഭയങ്കര ആത്മവിശ്വാസം എല്ലാം കിട്ടി. പിന്നെ ജീവിതത്തിൽ വേറെ സ്ഥലത്ത് പല ബോർഡറിലൊക്കെ സർവീസ് ചെയ്യുമ്പോഴും ഈ ഒരു കിട്ടിയ ബേസിക് എനിക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ടായിരുന്നു. എല്ലാ കുരുത്തക്കേടും ഞാൻ എന്ത് പഠിച്ചോ എന്ത് നേടിയോ മൊത്തം എൻ്റെ ബേസിക് ITI എന്നാണ്. ബാബു മോൻ ഇപ്പോഴും അറിയാതെ പറയും. ഞാനിപ്പോ വിട്ട് ബാബു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാര്യ എന്നോട് പറയും 60 വയസ്സ് റിട്ടയർഡ് ബാബു മോൻ. അതായത് നമ്മളങ്ങനെ വിളിച്ചിട്ടില്ല. കാരണം ബാബു ജയപ്രകാശും ബാബു ഉള്ളത് കൊണ്ട് മറ്റേ JP എന്ന് പറയല്ലേ ബാബു ജയപ്രകാശ് എന്ന് പറയും. അപ്പൊ
വിളിച്ചു പോവാ ഭഗവാൻ. അല്ല, അത് ആ പറഞ്ഞതില്ലേ, പിന്നെ സിനിമ ആ കാലത്ത് ഇറങ്ങിയത് കൊണ്ട് ബാബുവിന് അതിന് മുന്നേ എത്രയോ മുന്നേ ഇറങ്ങിയതാ. നമ്മള് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇറങ്ങിയതാ. അത് കുറെ മുന്നേ ഇറങ്ങിയത്. നമ്മള് ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇറങ്ങിയതാ ബാബു. പക്ഷെ അതൊരു ഒരു നല്ല പബ്ലിസിറ്റിയുള്ള പിക്ചറായിരുന്നു. കൂട്ടത്തിൽ ചെറിയതായതുകൊണ്ട് നമ്മള് ബാബുവായിട്ട് SLC ഞാനും ഭാസ്കർ രണ്ടുപേരേ SLC-ക്കാരുള്ളൂ. ബാക്കി എല്ലാരും പ്രതി 3 പേര്. എവിടെ സുരക്ഷണം. അത് കല്യാണം കഴിഞ്ഞു പോയി. ആ സമയത്താണ് പോയത് അറിയില്ല, ഓർക്കില്ല. സുഗുണാണല്ലേ? സുഗുണ. നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. ചാലക്ക് അവിടെ തന്നെയാണ് ആ വീട്. കുറച്ചു കാലം ഉണ്ടായില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. പറ്റിയ ഫീൽഡ് അല്ലാതെ അല്ലാത്തത് മനസ്സിലായി. അല്ല, അന്നത്തെ കാലത്ത് ഇന്നിപ്പോ ഒരു ലഘു പിന്നെ സുധാകരന്റെ അല്ല പ്രഭ പ്രഭ MRT ഇത് ശ്യാമളയുണ്ടായി. ലഘു അറിയാം. റേഡിയോ വെക്കാൻ റേഡിയോ വെക്കാൻ എനിക്ക് മനസ്സിലായിട്ടില്ല. സ്റ്റെനോഗ്രാഫിയില്ലേ, സ്റ്റെനോഗ്രാഫി എന്ന് പറഞ്ഞൊരു ട്രേഡാണ് വന്നത്. അതിലാണ് ഇപ്പോഴത്തെ പുതിയ ഇലക്ട്രോണിക്സ് ഇല്ലല്ലോ. ജോസിന്റെ സിസ്റ്റർ ഒരു കുട്ടി നമ്മളെ സീനിയർ അവർക്ക് എക്സാം എഴുതിക്കാൻ പറ്റിയിട്ടില്ല. സമയം മാറിപ്പോ എക്സാം കണ്ടിട്ട് മെലിഞ്ഞ പണി സർവേയില് ജയരാജൻ തിരക്കില്ല ബസ്സിലേക്ക് കയറുള്ളൂ. പക്ഷെ ജയരാജൻ പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അല്ല, ജയരാജൻ എനിക്ക് ഫീലായതാണ്. ഏറ്റവും കൂടുതലാണ് എന്റെ കൂടിയാണ്. അതുപോലെ കുടുംബക്കേടിന് മൊത്തം വന്ന എന്റെ കൂടിയാണ്. ഞാൻ അവിടെ കഴിഞ്ഞിട്ട് 3 മണി കഴിഞ്ഞ് ഞാൻ ടൈപ്പ് റൈറ്റിങ്ങിന് കണ്ണൂർ ജോയിൻ ചെയ്തു. ഇവന് പോലെ പരിപാടിയൊന്നുമില്ല. ഇവനും എൻ്റെ കൂടെ തന്നെ വരും. ടൈപ്പ് റൈറ്റിംഗ് ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുന്നത് അത് മാഷയുടെ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്തു. ഇവൻ താഴെ ഇങ്ങനെ ഇതും കഴിഞ്ഞിട്ട് വൈകിട്ടത്തെ ബസ്സിന് നമ്മൾ ഒന്നിച്ചു പോവാം. അപ്പൊ ഇവർക്ക് ഇരിക്കുന്ന സമയത്ത് പറയും ഭയങ്കര അത് സംഭവിച്ചു. പിന്നെ ഇവന്റെ ഈ വർത്താനം കേട്ടിട്ട് ഒരു പ്രാവശ്യം ഞാനും വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് കിട്ടാത്ത ഭാഗ്യം. എനിക്ക് മനസ്സിലായ ഇവന്റെ ഇത് മൊത്തം ഉണ്ടായിക്കോളാം. നമ്മളെ ഇതില്ലേ പേരാവൂർ ബസ്സില്ലേ, പേരാവൂർ ബസ്സിലെ പാറു 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 അതിന്റെ പിന്നാലെ ബാക്കിലായിരിക്കുക. അവളെന്റെ നാട്ടിലെ ഓരെന്താ സാധനം കൊണ്ടിട്ട് അതിന്റെ മേലെ ബുക്ക് കൊടുത്തത് വരുമ്പോ ആ സാധനം വസന്ത വസന്ത അതേ സമയത്ത് സത്യനും പിന്നാലെയുണ്ട്. നമ്മള് ഐടിന്റെ ബാക്കിയല്ല, സത്യനും പിന്നാലെയുണ്ട്. ജയരാജ് ഒരു ഭാഗത്തുണ്ട്, സത്യനായിരുന്നു. നമ്മളെ സത്യനായിരുന്നു.
ഒരു ടൈമില് ശശി മാഷ് ഒന്ന് വിളിച്ചോ. രാജമാഷ് പറഞ്ഞിട്ട് അയാളെന്ന് വിളിച്ചിട്ട് രാജമാഷ് പോയി കംപ്ലൈന്റ് ചെയ്ത് രാജീവനെ അയാളെന്ന് വിളിച്ചു. അല്ലെ ലക്ഷ്മാഷ് വിളിപ്പിച്ച് എന്താ അയാളെന്ന്. അപ്പൊ അദ്ദേഹം വിളിക്കണം. രാജമാഷ് അയാൾ ഭയങ്കര കഷ്ടപ്പാടെന്ന് പറഞ്ഞിട്ട് രാജമാഷില്ല. അല്ല അയാൾ ലോണ്ടറിയിൽ പണിയെടുക്കുക പറഞ്ഞിട്ട് ലോണ്ടറിയിൽ റിട്ടയർ ആയിട്ട് അയാളെ സിസ്റ്ററിനോ പൈസ പറ്റിക്കുന്നു. മോനെ മോനോട് ശശിമാഷ് പറഞ്ഞു